Welcome to RK's Stories. ലവ് ഇൻ ഗോവ an IT ലവ് സ്റ്റോറി ഭാഗം 2. രചനയും അവതരണവും രഘുദാസ് കാട്ടുക്കൽ. എക്സ്ക്യൂസ് മീ. കണ്ണുകൾ അടച്ച് കസേരയിൽ ചാരിക്കിടക്കുകയായിരുന്ന എന്റെ തലയ്ക്ക് മുകളിൽ ഒരു കിളിനാദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. തലയ്ക്ക് മുകളിൽ ഇടയ്ക്കിടയ്ക്ക് ചെമ്മി തുറന്ന് എന്നെ നോക്കുന്ന കുസൃതി ഒളിപ്പിച്ച 2 വെള്ളാര കണ്ണുകൾ. താഴെ അല്പം കുനിഞ്ഞ് എന്നെ നോക്കുന്ന കണ്ണുകളും മുഖവും പാതി മറച്ച് ഒഴുകിക്കിടക്കുന്ന സ്വർണ്ണ നിറമാർന്ന മുടി. ഹായ്. ചുവന്നു തൊടുത്ത് അതരങ്ങൾ വിടർത്തി അവൾ വിഷ് ചെയ്തു. കസേരയിൽ നിവർന്നിരുന്നിട്ട് ഞാൻ അവളെ തിരിഞ്ഞു നോക്കി. മുട്ടൊപ്പം ഇറക്കമുള്ള പ്രിന്റഡ് ഇളം നീല ഫ്രോക്കിൽ മനോഹരിയായ ഒരു യൂറോപ്യൻ പെൺകുട്ടി. ഇസബെല്ല. കൈ ഉയർത്തി ഷെയ്ക്കാലിനായി നീട്ടിക്കൊണ്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി. ആരുഷ്. അവൾ നീട്ടിയ കയ്യിൽ പിടിച്ച് കുലുക്കി ഞാൻ. വെൽ ആരുഷ്, മേ ഐ ഷെയർ യുവർ ടേബിൾ? ഓൾ അതർ ടേബിൾസ് ആർ ഓൾറെഡി ഫിൽഡ്. ചുറ്റിനുമൊന്ന് നോക്കിയതിനു ശേഷം അല്പം സങ്കോചത്തോടു കൂടിയാണ് ചോദ്യം. ഓ മൈ പ്ലഷർ, പ്ലീസ്. കസേരയിലേക്ക് കൈ കാണിച്ച് അവളെ ഞാൻ ഇരിക്കുവാനായി ക്ഷണിച്ചു. താങ്ക് യു ആരുഷ്. ഏതൊരാണിന്റെയും ഹൃദയം തകർക്കുവാൻ പോകുന്ന രീതിയിൽ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചും കൊണ്ട് അവൾ ആ കസേരയിലേക്ക് ഇരുന്നു. മീൻ വെട്ടാനെടുക്കുമ്പോൾ കൃത്യമായി ചാടി വീഴുന്ന പൂച്ചയെ പോലെ അടുത്ത നിമിഷം എവിടെയോ നിന്നോ അസി ഞങ്ങൾക്ക് മുന്നിൽ പൊട്ടിമുളച്ചു. ഏതാണോ അളിയാ ഈ യൂറോപ്യൻ ചെറുക്ക്? അറിയില്ല മച്ചാനെ, ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടതേ ഉള്ളൂ. അസിയെ കണ്ണുമിഴിച്ച് നോക്കുന്ന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തു. ഇസബല്ല, മീറ്റ് മൈ ഫ്രണ്ട് ആസിഫ്. ആൻഡ് അസി, ദിസ് ഈസ് മിസ് ഇസബല്ല. ഹലോ, വെൽക്കം ടു ഗോവ. ആർത്തി പിടിച്ചവന് അലുവാ കഷ്ണം കിട്ടിയതുപോലെ വെളുക്കെ ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ നേരെ കൈകൾ നീട്ടി. ഹായ് ആസിഫ്. ഇടത് കൈ ടേബിളിൽ കുത്തി അതിൽ മുഖം താങ്ങി വലത് കൈ നീട്ടി അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. ഈ ആസിഫ് ആളൊരു കോഴിയല്ലാരും. അവന് ഷെയ്ക്കാൻഡ് കൊടുത്തതിന് ശേഷം തിരിഞ്ഞ് എന്നെ നോക്കി ഒരു കുസൃതി ചിരിയോടെ പച്ച മലയാളത്തിൽ അവൾ പറയുന്നത് കേട്ട് കുടിച്ചുകൊണ്ടിരുന്ന കോക്ടെയിൽ തൊണ്ടയിൽ വെക്കി ചുമയോടെ കണ്ണും തള്ളി ഞാൻ അവളെ നോക്കി. കിളി പോയതുപോലെ പരസ്പരം നോക്കുന്ന ഞങ്ങളെ നോക്കി വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ ആർത്ത് ചിരിച്ചു. ഹസി, കുട്ടിക്ക് മലയാളം അറിയാം. ഞാൻ പറഞ്ഞത് കേട്ട് ചിരിച്ച് ചിരിച്ച് അവളുടെ കവിളുകൾ ചുമക്കുന്നതും കണ്ണുകൾ നിറഞ്ഞു വരുന്നതും നോക്കി ഞങ്ങൾ അണ്ടി കളഞ്ഞ അണ്ണാന്മാരെ പോലെ ഇരുന്നു. സോറി ഗൈസ്. പണിപ്പെട്ട് ചിരി അടക്കിയവൾ. എനിക്ക് മലയാളം നന്നായി അറിയാം. പപ്പ മലയാളിയാ, ഫ്രാൻസിസ് ഫ്രം കോട്ടയം, ആൻഡ് മമ്മ സ്പെയിൻ, പെട്രീഷ്യ. സോ എന്റെ ലുക്ക് യൂറോപ്യൻ, ബട്ട് കയ്യിലിരിപ്പ് നിങ്ങളെക്കാൾ തറയാ. സോറി ഇസബല്ല, ഞങ്ങള്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് ഈ കോംപ്ലിമെന്റ് സ്ഥിരം കിട്ടാറുണ്ട്. അപ്പൊ ഇസബല്ല ഇവിടെ എങ്ങനെ? കോൾ മീ ബെല്ല. ആരു, ഞാനൊരു ട്രാവൽ വ്ളോഗറാ. ഐ ലവ് ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ ന്യൂ കൺട്രീസ്. പക്ഷെ കേരളവും ഗോവയും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാ. എല്ലാ കൊല്ലവും ഞാൻ ഇടയ്ക്കൊക്കെ വരുന്ന സ്ഥലങ്ങൾ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് സനുവും അനഘയും വന്നു. അവരെയും ഞാൻ ഇസബലിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അല്പസമയം കൊണ്ട് തന്നെ അവൾ ഞങ്ങളിൽ ഒരാളായി മാറി. കുസൃതി നിറഞ്ഞ ചിരിയും ചെറിയ ചളി അടിക്കുമ്പോൾ പോലും പരിസരം മറന്നുള്ള പൊട്ടിച്ചിരികളും കണ്ണു വെട്ടിച്ചുള്ള നോട്ടവും. 10-15 മിനിറ്റ് കൊണ്ട് ഒരുപാട് നാളായി പരിചയമുള്ള ഒരാളെ പോലെയായി അവൾ ഞങ്ങൾക്ക്. ഒരു പ്രശ്നം മാത്രം, സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി അവളുടെ ഒരു തോണ്ടലുണ്ട്. ആ ഭാഗം കുഴിഞ്ഞു പോകും വിധമാണ് ആ തോണ്ടൽ. കുറച്ചു പ്രാവശ്യം അത് കിട്ടിയതോടെ അസി കസേരയും പോക്കി അവളുടെ അടുത്തു നിന്നും മാറി. പിന്നീട് ആ തോണ്ടൽ മുഴുവൻ എന്റെ വേലയായി. ആരും അതേ. ഓ എന്റെ പൊന്നു ബെല്ല, നീ ഇങ്ങനെ തോണ്ടല്ലേ, കാര്യം പറയും. സോറിടാ, അതെന്റെ ഒരു ശീലമായിപ്പോയി. ആ ഓക്കെ, നീ കാര്യം പറയും. നിങ്ങളെല്ലാരും ഇവിടെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നേ? അപ്പോ ഇനി ഞാൻ വരുമ്പോ നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഓഫ് കോഴ്സ്, നീ വിളിച്ചാ മതി. ഞങ്ങളുടെ നമ്പർ എല്ലാം ഒന്ന് നോട്ട് ചെയ്തേക്ക്. അപ്പോഴേക്കും ഓർഡർ ചെയ്തിരുന്ന ഭക്ഷണവും എത്തി. അത് കഴിക്കുന്നതിനിടയിൽ അവൾ ഞങ്ങളുടെ എല്ലാം നമ്പർ വാങ്ങി സേവ് ചെയ്യുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ഡാൻസ് ഫ്ലോറിലേക്ക്. ഇപ്രാവശ്യം ബെല്ലയുടെ നിർബന്ധം കാരണം ഞാനും അവളോടൊപ്പം ഡാൻസ് ഫ്ലോറിലേക്ക് ചെന്നു. നല്ലൊരു സ്ലോ മ്യൂസിക്കിനൊപ്പമുള്ള ബാൾറൂം ഡാൻസ്. അതിനിടയിലേക്ക് എന്നെയും കൊണ്ട് അവൾ നുഴഞ്ഞു കയറി. എടി, എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. നീ വാ, ഞാൻ പഠിപ്പിക്കാന്നേ. എന്നോട് ചേർന്ന് നിന്ന് എന്റെ വലത് കൈ എടുത്ത് അവളുടെ പുറകിൽ അരക്കെട്ടിലായി പിടിപ്പിച്ചതിന് ശേഷം അവളുടെ ഇടത് കൈ ഉയർത്തി എന്റെ തോളിൽ വെച്ചു. അത് കഴിഞ്ഞ് എന്റെ ഇടത് കൈ അവളുടെ വലത് കൈയിൽ കോർത്ത് മുകളിലേക്ക് പിടിച്ചു. ആരു, ജസ്റ്റ് ഫോളോ മൈ സ്റ്റെപ്സ്. അതും പറഞ്ഞ് അവൾ മ്യൂസിക്കിനൊപ്പം പതുക്കെ സ്റ്റെപ്പുകൾ വെക്കാൻ തുടങ്ങി. 1-2 പ്രാവശ്യം അവളുടെ കാൽ കയറി ചവിട്ടിയെങ്കിലും വളരെ എളുപ്പം ഞാനും ആ ചുവടുകൾ പിന്തുടർന്നു.
ഇടയ്ക്ക് തല ചരിച്ചു നോക്കിയപ്പോ ഒരു ഭാഗത്ത് അനഘയും ഹോപ്പും വളരെ ആസ്വദിച്ച് ഡാൻസ് ചെയ്യുന്നത് കണ്ടു. അവളുടെ തല അവന്റെ കഴുത്തിനിടയിൽ വിശ്രമിക്കുന്നു. ഇടയ്ക്ക് അവളുടെ ചുണ്ടുകൾ അവന്റെ കഴുത്തിൽ ഉമ്മ വയ്ക്കുന്നുമുണ്ട്. അല്പനേരം അത് നോക്കി നിന്നതിന് ശേഷം തിരിഞ്ഞ ഞാൻ കണ്ടത് കുസൃതിയോടെ എന്നെ നോക്കുന്ന ബെല്ലയുടെ വെള്ളാരം കണ്ണുകളാണ്. പുരികങ്ങൾ ഉയർത്തി അവൾ നോക്കുന്നു. ഞാൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു. അടുത്ത നിമിഷം അവൾ തല എന്റെ തോളിലേക്ക് ചായച്ചും കൊണ്ട് ഡാൻസ് തുടർന്നു. അതെ ബെല്ല, ഈ തലചായ്ക്കല് മാത്രമേ ഉള്ളോ അതോ അതുപോലെ ഇടയ്ക്ക് കിസിംഗ് ഉണ്ടാവോ? ചക്ക അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. കുലുങ്ങിയുള്ള ചിരിയായിരുന്നു അതിനുള്ള മറുപടി. ആര്? നാളെ എന്താ നിങ്ങളുടെ പരിപാടി? ഡാൻസിനിടക്കായിരുന്നു ചോദ്യം. നാളെയും മറ്റന്നാളും പിന്നെ സൺഡേയും ചില ബീച്ചുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈവനിങ് ഏതോ ഒക്കെ പബ്ബിൽ പോകും. ഞാൻ കൂടെ കൂടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നീ ഇപ്പൊ ഞങ്ങളുടെ ഒരാളല്ലേ. സോ ലെറ്റ്സ് എൻജോയ് ടുഗദർ. നോ പ്രോബ്ലം. താങ്ക് യു ഡാ. നിങ്ങളെ കണ്ടപ്പോ ഒരുപാട് കാലം പരിചയമുള്ള ഫ്രണ്ട്സിനെ കണ്ടതുപോലെയാ തോന്നുന്നേ. മാത്രമല്ല, ഞാൻ ഇന്ത്യയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും പപ്പയുടെ വീട്ടിലുള്ള റിലേറ്റീവ്സ് അല്ലാതെ മറ്റാരുമായും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. നിങ്ങളെപ്പോലെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള വരവിന് ഒരു പ്രത്യേക സന്തോഷം കൂടി ഉണ്ടാവുമല്ലോ. അതാ. അതിന് നീ ഇത്ര സീൻറ്റി അടിക്കുന്നതിന്? എപ്പോ വന്നാലും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പോരെ? താങ്ക് യു. അതും പറഞ്ഞ് അവൾ വീണ്ടും എന്റെ കഴുത്തിൽ മുഖമൊളിപ്പിച്ചു. ഞങ്ങൾ താമസിച്ചിരുന്ന അതേ റിസോർട്ടിൽ തന്നെയായിരുന്നു ബെല്ലയും താമസിച്ചിരുന്നത്. പിറ്റേ ദിവസം കാലത്ത് അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അന്ന് ആദ്യം പോയത് അസ്വം ബീച്ചിലേക്കായിരുന്നു. ബോട്ട് സർഫിങ്ങിന് പേരുകെട്ട ബീച്ചാണ് അസ്വം. കടലിൽ നീന്തുവാനും സർഫിങ്ങിനും നേരത്തെ ട്രെയിനിങ് ചെയ്തിരുന്നത് കൊണ്ട് അവിടെയുള്ള ക്ലബിൽ നിന്ന് ഒരു ബോർഡ് എടുത്ത് ഞാൻ സർഫിംഗ് തുടങ്ങി. ഒപ്പം ബെല്ലയും കൂടി. അസിയും ഹോപ്പും അനഘയും കടലിൽ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു. ഉച്ചവരെ ഞങ്ങൾ അവിടെ തന്നെ ചെലവഴിച്ചു. ഉച്ചയ്ക്ക് അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് നേരെ ചപോര ഫോർട്ട് കാണാൻ പോയി. വൈകുന്നേരം അതിനടുത്തുള്ള വെഗറ്റോർ ബീച്ചിൽ ഇറങ്ങി തകർത്തിട്ട് ഒരു 6 മണിയോടെ ഞങ്ങൾ അവിടെ അടുത്തുള്ള സോറോ വില്ലേജ് പബ്ബിലേക്ക് കയറി. അപ്പോഴേക്കും അനഘയും ബെല്ലയും ചങ്കുകളായി മാറിയിരുന്നു. രണ്ടും കൂടി കൈയും കോർത്തു പിടിച്ച് ഞങ്ങൾക്ക് മുന്നിൽ നടന്നു. പുറകെ സ്ഥിരം വായിൽനോട്ടവുമായി ഞങ്ങളും. അന്നും ആട്ടവും പാട്ടും ഒക്കെയായി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ശനിയാഴ്ച ദൂത് സാഗർ വെള്ളച്ചാട്ടം കണ്ട് ഉച്ചയോടെ റൂമിൽ തിരിച്ചെത്തി വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ക്ലബ്ബ് ക്യൂബനയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയ പബ്ബുകളേക്കാൾ ആംബിയൻസ് ഇവിടെയാണെന്ന് എനിക്ക് തോന്നി. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഓപ്പൺ എയർ ബാറാണ്. നേരത്തെ റിസർവ് ചെയ്തിരുന്ന ടേബിളിലിരുന്ന് ഞങ്ങൾ ഡ്രിങ്ക്സും സ്റ്റാർട്ടേഴ്സും കഴിച്ചു തുടങ്ങി. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുമായിരുന്നു. ഓപ്പൺ സ്പേസിന് നടുക്കായിട്ടുള്ള പൂളിനു ചുറ്റും അനേകം ആളുകൾ ഇരിക്കുന്നുണ്ട്. ഒരു സൈഡിലുള്ള സ്റ്റേജിൽ ലൈവ് മ്യൂസിക് നടക്കുന്നു. ആ ഓപ്പൺ സ്പേസിൽ ഒഴുകി പരക്കുന്ന മൃദു സംഗീതം. ബെല്ല എന്നുവരെ ഗോവയിലുണ്ടാകും? ക്ലബ്ബ് ക്യൂബന്റെ സ്പെഷ്യൽ ഫ്യൂഷൻ ചിക്കൻ കബാബ് എടുത്ത് ടേസ്റ്റ് നോക്കിക്കൊണ്ട് അനഘ ചോദിച്ചു. ഞാൻ നാളെ ഈവനിങ് എവിടെ നിന്ന് പോകും. അപ്പോ ഇനിയെന്നാ തിരികെ ഇങ്ങോട്ട്? ഈ പ്രാവശ്യം ന്യൂ ഇയർ ഇവിടെ ആഘോഷിക്കാനാ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നേ. ഇനിയിപ്പോ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ന്യൂ ഇയറിന് മുന്നേ ഒരിക്കൽ കൂടി വരണമെന്നുണ്ട്. ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഈ ആരും അസിക്കും ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? ഓ, എനിക്കുണ്ട്. അതും പറഞ്ഞ് അസി തലകുലുക്കി. അതിന് നിനക്കത്തൊരു ശോകഭാവം. ഹോപ്പ് അവന്റെ ഡ്രിങ്ക്സ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് ചോദിച്ചു. അല്ലട, ഈ ബെല്ലയെ കുറിച്ച് നേരത്തെ കണ്ടിരുന്നെങ്കിലേ. എങ്കിൽ അവന് നേരെ ചോദ്യം എറിഞ്ഞ് അവൾ ചുണ്ടു കുറിപ്പിച്ചു. എങ്കിലും നീ ആയേനെ എന്റെ ഗേൾഫ്രണ്ട്. ഇങ്ങ് വാ. വേണ്ടെങ്കി വേണ്ട, ഒരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ചു പറഞ്ഞതേ ഉള്ളൂ. വേണ്ട മോനെ, നീ കൂടുതൽ ഉപകരിപ്പിക്കണ്ട. അല്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ അവളെ വിട്ട് വേറെ ആരെങ്കിലും നോക്കിയാലേ അവളുടെ അച്ഛന്റെ തോക്കം എടുത്ത് അവള് വരും. അതോടെ ഇവന്റെ കാര്യം കോപി. അനഘ അവളെ നോക്കി കണ്ണിറുക്കി. പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടില്ലെന്നാണല്ലോ. ഒരു ദീർഘനിശ്വാസത്തോടെ അസി ഗ്ലാസ് വായിലേക്ക് കമഴ്ത്തി. അപ്പൊ ആരുനോ? അവൾ തിരിഞ്ഞ് എന്നെ നോക്കി. ഇവൻ ജീജു ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇനി എല്ലാം ഒന്ന് പഠിപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം ഓഫീസിൽ ഏതെങ്കിലും ഒന്നിനെടുത്ത് ഇവന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ. അങ്ങനെ ഇവനെ ഒറ്റക്ക് നടന്ന് കൂടുതൽ സന്തോഷിക്കണ്ട. എന്റെ തോളത്ത് തട്ടിക്കൊണ്ട് അസി ചിരിച്ചു. ഓ, എന്താ സ്നേഹം. ആട്ടെ, ഇവനെ പറ്റി ആരെങ്കിലും ഉണ്ടോ അസി നിങ്ങളുടെ ഗ്രൂപ്പില്? നീ എന്താടി എനിക്ക് പെണ്ണാലോചിക്കാനാണോ വന്നേക്കുന്നേ? ഞാൻ അവളെ നോക്കി ചിറി കൊട്ടി. നീ ആളത്ര ശരിയല്ല. ഏതെങ്കിലും ഒരുത്തിയുടെ കയ്യിലേൽപ്പിച്ചില്ലേ ഓ വഴിതെറ്റിപ്പോകും. അതാ. അതും പറഞ്ഞ് അവൾ എന്നെ നോക്കി കണ്ണിറുക്കി.
എന്തൊരു ദീർഘവീക്ഷണം. എന്തായാലും ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിൽ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ലാത്ത ബാക്കി 2 പേരാ ഉള്ളത്. വെയിറ്റർ കൊണ്ടുവന്ന് വെച്ച അടുത്ത റൗണ്ട് ഡ്രിങ്ക് കയ്യിലേക്ക് എടുത്തുകൊണ്ട് അസി പറഞ്ഞു. ഒന്നൊരു ശ്രേയ. ജോലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണേലും കഥ എഴുത്താ പുള്ളിക്കാരുടെ മെയിൻ. കോഡിങ് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ വായും പൊളിച്ച് മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് കാണാം. ഒരു പാവം. ഓ, അത്ര പാവാന്ന് ഇവന് ശരിയാത്തില്ല. വേറെ ആരാ ഉള്ളേ? പതിവ് പോലെ ബെല്ല എന്നെ തോണ്ടി. ആ, പിന്നെ ഉള്ളത് ഒരു 1.5 മുതലാ മോളെ. അനക ഇടയ്ക്ക് കയറി. അത് കേട്ട് ഞാനും ബെല്ലയും അല്പം ആകാംക്ഷയോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയത്. അനകയും ഹോപ്പും അസിയും പരസ്പരം നോക്കി ചിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നതിനിടയിലാണ് പുറകിലെന്തോ പൊളിഞ്ഞു വീഴുന്നൊരു ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് ഏതോ ഒരുത്തനെന്റെ പുറകിൽ വന്നടിച്ച് ഞങ്ങളുടെ ടേബിളിന്റെ മുകളിലേക്ക് മലർന്നടിച്ച് വീണു. ആരോ നന്നായി പെരുമാറിയതുപോലെ അവന്റെ ഒരു കണ്ണ് ഇടികൊണ്ട് കരുവാളിച്ച് പകുതി അടഞ്ഞിരിക്കുന്നു. കവിളും ചുണ്ടും ചുവന്ന് തിണർത്തിരിക്കുന്നു. ടേബിളിന്റെ മുകളിൽ നിന്നും അവൻ എന്റെ കോളറിൽ പിടിച്ച് പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവന്റെ 2 തോളുകളിലും പിടിച്ച് ഞാൻ അവനെ പതുക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അവൻ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അടുത്ത നിമിഷം മുതുകിൽ ശക്തമായ ഒരു ചവിട്ടേറ്റ് ഞാൻ മുന്നോട്ട് വേച്ചുപോയി. ശക്തിയിൽ മുന്നോട്ടാഞ്ഞ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയവന്റെ ശരീരത്തിൽ ചെന്ന് തട്ടി അവൻ വീണ്ടും ഉരുണ്ടു പറിച്ച് താഴേക്ക് വീണു. മുതുകിൽ ചവിട്ടുകൊണ്ടതിന്റെയും തല ചെന്ന് അവന്റെ തലയിൽ അടിച്ചതിന്റെയും വേദനയും ദേഷ്യവും കൊണ്ട് ഞാൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് എന്റെ പുറകിൽ നിന്നും ചവിട്ടിയവന്റെ ജാക്കറ്റും ചേർത്ത് നെഞ്ചിൽ കുത്തിപ്പിടിച്ചു. പക്ഷെ അടുത്ത നിമിഷം അത്ഭുതം കൊണ്ട് എന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ജാക്കറ്റും ചേർത്ത് ഞാൻ കുത്തിപ്പിടിച്ചിരുന്നത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ നിറമാറലായിരുന്നു. ദേഷ്യത്തോടെ എന്നെ തുറച്ചു നോക്കുന്ന തിളങ്ങുന്ന 2 കണ്ണുകൾ. ആ നീണ്ട കണ്ണുകളിലെ അല്പം നീല കലർന്ന കൃഷ്ണമണികളിൽ നക്ഷത്രങ്ങൾ മിന്നുന്നു. ഓ, ആത്മാവിന്റെ അടിത്തട്ട് വരെ ഇളക്കുന്ന നോട്ടം. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ടവനെ പോലെ അവളുടെ ആ നോട്ടത്തിൽ ഞാൻ കുരുങ്ങി നിന്നു. ബ്രൗൺ നിറത്തിൽ കളർ ചെയ്ത തിങ്ങിയ മുടി പോണിറ്റയിലായി കെട്ടിവെച്ചിരിക്കുന്നു. മുഖത്തിനിരുവശത്തും ഞാന്ന് കിടക്കുന്ന ചെറുമുടിയിഴകൾ അവളുടെ ചലനങ്ങൾക്കനുസരിച്ച് ഇളകി കളിക്കുന്നു. മഞ്ഞ റൗണ്ട് നെക്ക് ബനിയന് മുകളിൽ ബ്ലാക്ക് ലെതർ ജാക്കറ്റും ഡാർക്ക് ബ്ലൂ ഡെനിം ജീൻസും ബൂട്ട്സും ധരിച്ചു നിൽക്കുന്ന അവളുടെ വലത്തെ കയ്യിൽ ഒരു ഹെൽമറ്റ്. ആ കൂർത്ത കണ്ണുകൾ അവളുടെ മാറിൽ പിടിച്ചിരിക്കുന്ന എന്റെ കൈകളിലേക്ക് നീണ്ടു. പിന്നീട് പതുക്കെ മുഖമുയർത്തി അവൾ എന്റെ കണ്ണുകളിലേക്ക് നോട്ടം കോർത്തു. സോറി. ആസി ഉൾപ്പെടെ എല്ലാവരും വായും പൊളിച്ചു നിൽക്കുന്നതിനിടയിൽ അവളുടെ മാറിൽ കയറി പിടിച്ചതിന്റെ ചളിവ് മറച്ചും കൊണ്ട് ഞാൻ ക്ഷമ ചോദിച്ചു. പറയുക മാത്രമല്ല ചെയ്തത്. മഹാമനസ്കനായ ഞാൻ എന്റെ പിടുത്തം കൊണ്ട് ചുളുങ്ങിയ ആ ജാക്കറ്റ് വലിച്ച് നേരെ ഇട്ടും കൊടുത്തു. പക്ഷെ അടുത്ത നിമിഷം അവളുടെ വലത് കയ്യിലിരുന്ന ഹെൽമെറ്റ് ശക്തിയോടെ ഒന്ന് ഉയർന്നു താണു. പട്ടക്കം പൊട്ടുന്നത് പോലൊരു ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങി. 2 ചെവികളിലും എന്തോ വല്ലാത്തൊരു മൂളിച്ച. തലയ്ക്കു ചുറ്റും 4 നക്ഷത്രങ്ങളും കുറച്ച് കിളികളും വട്ടമിട്ടങ്ങനെ പറക്കുന്നു. അടഞ്ഞു പോകുന്ന കണ്ണുകൾക്ക് മുന്നിൽ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടി വന്നു. താഴെ വീണ് കിടക്കുന്നവന്റെ മേലേക്ക് മലർന്നടിച്ച് വീഴുമ്പോഴും പാതി അടഞ്ഞെന്റെ കണ്ണുകൾക്ക് മുന്നിൽ മിന്നിക്കളിക്കുന്ന നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഞാൻ കണ്ടു. മുന്നിൽ തകർന്നു കിടക്കുന്ന വാതിലിന്റെ അപ്പുറത്തു നിന്നും അവളുടെ നേരെ ചാടി വരുന്ന 3-4 പേര്. വെട്ടിത്തിരിഞ്ഞ അവൾ അവർക്കിടയിലേക്ക് ഓടിക്കയറുന്നതും അവളുടെ കയ്യിലിരുന്ന ഹെൽമറ്റും കാലുകളും അതിവേഗത്തിൽ ചലിക്കുന്നതും വന്നവന്മാർ പല ദിക്കുകളിലേക്കും ചിതറിത്തെറിച്ച് വീഴുന്നതും പാതിമയക്കത്തിൽ ഒരു സ്വപ്നത്തിലെന്നതുപോലെ എന്റെ മുന്നിൽ തെളിഞ്ഞു. എന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ബെല്ലയുടെയും അനകയുടെയും കരച്ചിൽ. കണ്ണുകൾ പൂർണ്ണമായും അടയുന്നതിന് മുൻപ് അസി ബെല്ലയോട് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. ഇവളാണ് മോളെ അനക പറഞ്ഞ 1.5 മുതലേ ദേവഗംഗ. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.